ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കണം. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോസൊക്കെ കാണുകയും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നോൺ വെജിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരു ബീഫ് വരട്ടിയതാണ് ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നത്. വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ ആണെങ്കിലും നെയ്ച്ചോറിൻ്റെ കൂടെ ആണെങ്കിലും പുട്ട്, ഇടിയപ്പം, അതുപോലെ തന്നെ പൊറോട്ട, ചപ്പാത്തി എല്ലാത്തിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. ഇപ്പോൾ നമുക്ക് പാർട്ടികൾക്കോ അല്ലെങ്കിൽ ക്രിസ്മസിനോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിടാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ കുറേയധികം ബീഫിൻ്റെ റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട്. ബീഫ് കട്ട്ലറ്റ്, ബീഫ് സ്റ്റൂ, ബീഫ് പിരളൻ, അങ്ങനെ ഒത്തിരി റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ എല്ലാം കണ്ട് നോക്കുക. അതിൻ്റെ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ കണ്ട് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയണം. അപ്പോൾ നമുക്ക് ഈ ബീഫ് വരട്ടിയത് ഉണ്ടാക്കാൻ തുടങ്ങാം. ബീഫ് വരട്ടിയത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ബീഫാണ്. അത് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം കഴുകി വെള്ളമെല്ലാം കളഞ്ഞ് വെച്ചതാണിത്. ബീഫ് വരട്ടിയതൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മീറ്റ് കുറച്ച് കൊഴുപ്പുള്ളതാണ് എപ്പോഴും ടേസ്റ്റ്. എന്നാൽ കൊളസ്ട്രോളൊക്കെ ഉള്ളവരാണെങ്കിൽ നെയ്യെല്ലാം കട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ബീഫിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി ഭാഗം പിഴിഞ്ഞതും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ നാരങ്ങ ഇല്ലെങ്കിൽ വിനാഗിരി കുറച്ച് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. വിനാഗിരി ഒരു 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. നാരങ്ങ നീരും കൂടി ചേർത്തതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു അരമണിക്കൂർ നമുക്ക് മാറ്റി വെക്കണം. ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്: 2 സവാള കനം കുറച്ച് ഇതുപോലെ നീളത്തിൽ മുറിച്ചത്, 4 പച്ചമുളക് നീളത്തിൽ മുറിച്ചത്, കുറച്ച് കറിവേപ്പില, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്. ഇനി നമുക്ക് വേണ്ടത് മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, പെരുംജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി. ഇനി വേണ്ടത് 2 മീഡിയം തക്കാളി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത്. ഇനി ഇതിലേക്ക് കുറച്ച് ഓൾ സ്പൈസസും കൂടെ ഉപയോഗിക്കുന്നുണ്ട്: പട്ട, കറിവേപ്പ്, ഏലക്ക. കറി ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു പ്രഷർ കുക്കർ ചൂടാക്കാൻ വെക്കാം. കുക്കർ ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെയുള്ള കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. നിങ്ങളുടെ കയ്യിൽ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിൽ ഇതിനായിട്ട് ഉപയോഗിക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് പട്ട, കറിവേപ്പ്, ഏലക്ക ഇട്ട് പൊട്ടിക്കണം. ഇപ്പോൾ സ്പൈസസ് ഒക്കെ പൊട്ടിയൊരു നല്ല മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ സവാളയൊക്കെ ഒന്ന് സോഫ്റ്റായി ചെറുതായിട്ട് കളറെല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചിയും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ പച്ചമുളകൊക്കെ മാറി സവാള ചെറിയ ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ തക്കാളിയെല്ലാം നന്നായിട്ട് ഉടഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കറിപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ ചേർത്തിരിക്കുന്നത് മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, പെരുംജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി. ഇത്രയും പൊടികളാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പൊടികൾ ചേർത്തിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. പൊടികളുടെ പച്ചമണമൊക്കെ മാറി വരുന്നവരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 3-4 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫും കൂടി ചേർത്ത് കൊടുക്കാം. ബീഫ് ചേർത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. മസാലയെല്ലാം ബീഫിൽ പിടിക്കുന്നവർ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 4-5 മിനിറ്റ് ബീഫ് സ്റ്റവിൽ വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ബീഫിലുള്ള വെള്ളമെല്ലാം നന്നായിട്ട് പുറത്തേക്ക് ഇറങ്ങി വരും. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ
ഉപ്പ് മാരിനേറ്റ് ചെയ്തപ്പോൾ ചേർത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് ഇത്തിരി വേവ് കൂടുതലുള്ള ബീഫാണ്. വേവ് കുറവുള്ള ബീഫൊക്കെ ആണെങ്കിൽ നിങ്ങൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. വെള്ളം ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. വെള്ളം ചേർത്ത് കഴിഞ്ഞപ്പോൾ കറി നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പ്രഷർ കുക്കർ മൂടി ഇറച്ചി ഒന്ന് വേവിച്ചെടുക്കണം. ബീഫിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിരിക്കും. ചില ബീഫിന് വേവ് കൂടുതലായിരിക്കും, ചില ബീഫിന് വേവ് കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ബീഫിൻ്റെ പാകം നോക്കി വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ ഉപയോഗിക്കുന്ന ബീഫ് കുറച്ച് വേവ് കൂടിയതായത് കാരണം ഞാനിവിടെ ഒരു വിസിൽ വന്ന് കഴിയുമ്പോഴത്തേക്കും സ്റ്റവ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 15 മിനിറ്റ് കൂടെ കുക്ക് ചെയ്യും. അതിനുശേഷം സ്റ്റവ് ഓഫ് ചെയ്ത് സ്റ്റീം പോകാനായിട്ട് മാറ്റി വെക്കും. ഇപ്പോൾ കുക്കറിൻ്റെ സ്റ്റീമെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്, നല്ല മസാലയുടെ നല്ല വെളിച്ചെണ്ണയുടെ എല്ലാം. ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം ഒരു കഷ്ണം ബീഫ് എടുത്തിട്ട് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ ബീഫ് നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ബീഫ് പാകത്തിന് വെന്തിട്ടില്ലെങ്കിൽ വീണ്ടും മൂടി വെച്ച് കുറച്ച് സമയം കൂടി നമുക്ക് കുക്ക് ചെയ്യാം. നമ്മുടെ ബീഫ് നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. വീണ്ടും നമുക്ക് സ്റ്റവ് ഓൺ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ബീഫിലുള്ള വെള്ളമെല്ലാം വറ്റിച്ച് ബീഫ് ആ ഗ്രേവിയിൽ വരട്ടിയെടുക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കാം. എരിവ് കുറവ് കാണുമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എരിവെല്ലാം നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ബീഫ് വരട്ടിയത് ഇതുപോലെ നന്നായിട്ട് കുറുകി പാകമായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഡ്രൈ ആക്കി എടുക്കണമെങ്കിൽ എടുക്കാം. പക്ഷെ ഞാൻ ഈ പാകത്തിലാണ് എടുക്കുന്നത്. ഈ പാകത്തിലാകുമ്പോൾ നമുക്ക് ചപ്പാത്തി, പൊറോട്ട ഇവയുടെ കൂടെ കൂട്ടി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. അവസാനം ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് കൈ കൊണ്ട് തിരുമ്മിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഇങ്ങനെ വറുത്ത് ചേർക്കുമ്പോഴത്തേക്കും കറിക്ക് നല്ലൊരു ടേസ്റ്റ്, നല്ലൊരു മണവുമായിരിക്കും. അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബീഫ് വരട്ടിയത് പാകമായി കഴിഞ്ഞ് റെഡിയായ ബീഫ് വരട്ടിയത് നമുക്കൊരു സർവിങ് ബൗളിലേക്ക് മാറ്റാം. കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വന്ന് നിറയുന്ന നല്ല രുചികരമായൊരു റെസിപ്പിയാണിത്. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് പാർട്ടികൾക്കോ അതുപോലെ ക്രിസ്മസിനോ ഈസ്റ്ററിനോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ ആണെങ്കിലും നെയ്ച്ചോറിൻ്റെ കൂടെ ആണെങ്കിലും അതുപോലെ തന്നെ ചപ്പാത്തി, പൊറോട്ട, ബ്രെഡ് ഇവയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും നമുക്കിതുപോലെ നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്